സൂറത്ത് എയർപോർട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ബാങ്കോക്കിലുള്ള യാത്രക്കിടെ സൂറത്ത് എയർപോർട്ടിൽ പിടഞ്ഞിരുന്ന് ഒരു പേപ്പറിൽ ഭക്ഷണം കൂട്ടിയിട്ട് മധ്യവയസ്കനും സുഹൃത്തുക്കളും ഭക്ഷണം കഴിക്കുന്നതാണ് ഈ ദൃശ്യത്തിലുള്ളത്. പരമ്പരാഗത ഇന്ത്യൻ രീതിയിലൊക്കെ ഭക്ഷണ രീതി ഉയർത്തിപ്പിടിച്ച മധ്യവയസ്കനെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്നു എന്ന കുറിപ്പോടെയൊക്കെയാണ് ശരിക്കും ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ വീഡിയോ വൈറലായതോടെ സോഷ്യൽ മീഡിയയിലും ചർച്ച ഇങ്ങനെ ആളിക്കത്തുന്നുണ്ട്. ક્યાંય પણ કાંઈ ના જોઈએ, જ્યાં મળી જગ્યા બેસી જઈએ. આ રે આ ખમણ, બાકીનું બધું રમણ ભમણ. અમે અહીંયા બેસી ગયા સુરત એરપોર્ટ ઉપર સરસ મજાના ખમણ ખાવા અને સુરતીલાલા જોડે હોય, એમની કંપની હોય, પછી તો જોવાનું શું. હું જઈ રહ્યો છું બેંકોક, એટલે કે થાઈલેન્ડ પટાયા. ત્યાં જઈને આપણે વધુ મળીશું. അഞ്ജലി ജോൺ ആണ് നമ്മുടെ കൂടെയുള്ളത്. അഞ്ജലി, ഇതിപ്പോ ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാക്കി. ഇതിപ്പോ സൂറത്ത് എയർപോർട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അപ്പോ എല്ലായിടത്തും ചെന്നിട്ട് ഇങ്ങനെയൊക്കെ കഴിച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ടായാലും ദൃശ്യങ്ങൾ വൈറലായതോടുകൂടി അതിനെ സപ്പോർട്ട് ചെയ്താണല്ലേ കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ ആദ്യം വൈറലായതിനു ശേഷം ഈ നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആരാണെന്നാണ് സോഷ്യൽ മീഡിയ മുഴുവൻ തിരിഞ്ഞത്. അങ്ങനെ അവസാനം ഇവർ കണ്ടെത്തുകയാണ് ഇതൊരു ഗുജറാത്തി നടനാണ്. അങ്ങനെ ഇദ്ദേഹം പറയുന്ന കാര്യം, ഈ വീഡിയോയിൽ ഇദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറഞ്ഞ് ഇവരെല്ലാവരോടും തീരുമാനിച്ചിട്ട് ഒരുമിച്ച് ഒരു യാത്ര പോകാൻ ഒരുങ്ങുകയാണ്. പട്ടായയിലേക്കാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ പട്ടായയിലെ സുഹൃത്തുക്കളുമൊത്ത് ഈ മധ്യവയസ്കൻ യാത്ര പോകാൻ ഒരുങ്ങുന്നു. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എയർപോർട്ടിൽ ഫ്രണ്ട്സ് ഇങ്ങനെ വരുന്നു, അവർ ഭക്ഷണം കൊണ്ടുവരുന്നത്. അത് ഒരു ഗുജറാത്തി സ്പെഷ്യൽ ഡിഷാണ്. അപ്പോൾ ഇതിങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു പബ്ലിക് സ്പേസ് ആണ്. ഒരു പൊതുവിടത്തിൽ ഇങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളത് വലിയ ചർച്ചകളിലേക്ക് നയിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു ചർച്ച സോഷ്യൽ മീഡിയയിൽ വീഡിയോ വൈറലാവാൻ ഏകദേശം ഒരു ദിവസം കൊണ്ട് 25 ലക്ഷത്തോളം, ഒറ്റ ദിവസമാണ് 25 ലക്ഷം ആളുകളാണ് ഈ വീഡിയോ കണ്ടിട്ടുള്ളത്. അങ്ങനെ ആളുകളെല്ലാം ചേർന്ന് രണ്ട് രീതിയിലേക്ക് ചർച്ച കൊണ്ടുവരുന്നു. ചിലർ പറയുന്നത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമായാണ്, അല്ലെങ്കിൽ ഇത് ഇന്ത്യയുടെ സംസ്കാരമാണ് എന്നുള്ള രീതിക്കൊക്കെയാണ് വീഡിയോ ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചില ആളുകൾ പറയുന്നുണ്ട് ഇങ്ങനൊന്നും അല്ല ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ യാത്രക്കിടെ ഈ വീഡിയോ വലുതായി തന്നെ വൈറലായിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഈ കൂട്ടുകാരുമൊത്തൊക്കെ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരായി ആരുമില്ലല്ലേ, അപ്പൊ അങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടി അവർ ഒരുക്കിയതാണ്. അതെ, ശരിയാണ്. അങ്ങനെയാണ് ഇപ്പോൾ വീഡിയോ ആ രീതിയിലാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഓരോരുത്തർക്ക് ഏത് രീതിയിലൊക്കെ ഭക്ഷണം കഴിക്കണം എന്നുള്ളത് അവരുടെയൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതിലൊക്കെ കാണുന്നതിൽ സന്തോഷമുണ്ട്. പക്ഷെ എവിടെ ചെന്നാലും വൃത്തി എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു യാത്രയാണ്, അപ്പോൾ ആ തലത്തിലൊക്കെ പോകുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് കൃത്യമായിട്ടൊക്കെ എല്ലാം പാലിച്ച് മുന്നിലേക്ക് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ശരി അഞ്ജലി.